ഹായ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗാണിത്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പം ഇന്ന് വേറൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോവുക. വേറെ ആരുമല്ല, നമ്മുടെ ഗുരുവായൂരപ്പനെ. അപ്പം നാട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ അവിടെ നിന്ന് ട്രെയിൻ കയറി. അപ്പം ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറും. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എനിക്ക് തോന്നുന്നു 1 year ആയി ഇപ്പം ഞാൻ ഗുരുവായൂർ പോയിട്ട്. അപ്പം ഒരു കുറേ നാളും കൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുക ഗുരുവായൂർ പോകണം. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടുന്ന് തീരുമാനിച്ചാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. അപ്പം എന്തോ ഇന്ന് ആ ഒരു ടൈമായി, ഇപ്പോൾ ആ ടൈമായി. അപ്പം ഞാൻ എന്താ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും. അപ്പം നമുക്ക് പോവാം. നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവരവിടെ നിന്ന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഒരു ട്രെയിൻ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എത്തും. നമ്മൾ ഗുരുവായൂരെത്തി. നല്ല തിരക്കാണ്. നമ്മൾ ഗുരുവായൂരെത്തി. നമുക്കിവിടെ അടുത്ത് റൂമും കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ ചെറുതായിട്ടൊന്ന് പണിഞ്ഞു, പക്ഷെ എന്നാലും നമുക്ക് റൂം കിട്ടി. നമ്മൾ റെഡി ആയിട്ട് ഇവിടെ അമ്പലത്തിനവിടെ വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമാണോ എന്നറിയില്ല, കാരണം കുറേ നാൾക്ക് ശേഷം വരുന്നത്. സാധാരണ നമ്മൾ നേരത്തെ ഇറങ്ങി ക്യൂ നിന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാണ് തിരിച്ച് തൊഴുത് ഇറങ്ങുന്നത്. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട്, ഏകാദശി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ റൂം കിട്ടാൻ കുറച്ച് ഡിലേ ആയി. പിന്നെ എല്ലാവരും ഫ്രഷായി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. ഒരു 3:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തി. പിന്നെ എല്ലാവർക്കും മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങി. എനിക്ക് മുല്ലപ്പൂ വേണ്ടാത്തതുകൊണ്ട് ഞാൻ അരളിയും തുളസിയും മാലയാണ് വെച്ചത്. പിന്നെ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ക്യൂവിൽ നിന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായതുകൊണ്ട് ഒത്തിരി ബാക്കിലാണ് ഞങ്ങൾ പോയി നിന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളിവിടെ എത്തി, നമ്മൾ തൊഴാൻ പോവുക. നല്ല തിരക്കുണ്ട്. അപ്പം ഫോൺ എന്തെങ്കിലും അകത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഫോൺ ക്ലോക്ക് റൂമിൽ വെക്കും. അപ്പം അമ്പലത്തിൽ തൊഴുതിട്ട് വരാം. ഇന്നെന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങൾ തൊഴുതിറങ്ങി. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ 3:30 നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ തൊഴുതിറങ്ങിയത് 11:30. അപ്പം നല്ല തിരക്കായിരുന്നു. ഏകദേശം ഇതായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇനി പായസം മേടിക്കണം, കുടിക്കണം, പോകണം. തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അടുത്തത് പായസം മേടിക്കാനുള്ള ചർച്ചയായിരുന്നു. പായസത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂർ വന്നിട്ട് കണ്ണൻ്റെ പ്രസാദം വാങ്ങാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു. കുറേ നേരം ക്യൂ നിന്ന് അങ്ങനെ പായസം വാങ്ങി. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുമ്പോൾ, കാരണം രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നെസ്കഫേയിലെ കോൾഡ് കോഫി കുടിച്ചിട്ട് പോകുകയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കട അടച്ചായിരുന്നു. പിന്നെ അവിടുന്ന് അടുത്ത ഷോപ്പിൽ കയറി മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തി. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനിയും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് 6:30 ട്രെയിൻ ഉണ്ട്. അപ്പോൾ 6:30 ട്രെയിൻ കയറിയാലേ നമുക്ക് തിരക്കില്ലാതെ തിരിച്ച് പോകാൻ പറ്റുള്ളൂ. ഞാൻ എടപ്പള്ളി എത്തി. എനിക്ക് അവിടെ നിന്ന് ബസ് കിട്ടിയായിരുന്നു, എറണാകുളത്തേക്ക് ബസ് കിട്ടിയായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റ് എറണാകുളം ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തേക്ക് ബസ് കയറി. ഇതപ്പോൾ മെട്രോയിൽ വന്നു. ഇനി ഇവിടുന്ന് നേരെ കല്ലൂരിൽ. ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. ഇനിയും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണം. പിന്നെ ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം കുറേ നാൾക്ക് ശേഷം കണ്ണനെ കാണാൻ പറ്റി. മനസ്സ് നിറഞ്ഞൊന്ന് തൊഴാൻ പറ്റിയെന്ന്. പിന്നെ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് കുറച്ച് അധികം നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എനിക്കൊന്ന് 9 മണിക്കൂറായിട്ട് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ണനെ അവസാനം കാണാൻ പറ്റി. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ.